ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു അഫാന്റെ ഈ ഒരു പ്രതികാര രീതി അത് ഓരോരുത്തരുടെ അടുത്തും പ്രയോഗിച്ചിട്ടുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. മറ്റുള്ള നടപടികളിലേക്ക് ഇതുവരെ പോലീസ് കടന്നിട്ടില്ല. ഘട്ടത്തിലേക്ക് കടക്കുന്ന അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്, അന്ന് ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഉമ്മ ഷെമി ആശുപത്രി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കേസിലേറെ നിർണായകമാണ്. കഴിഞ്ഞ അവരുടെ മൊഴി എന്തായാലും ഈ ഒരു കേസിലേറെ നിർണായകമാകും. കാരണം ഈ ഒരു കൊലപാതകങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് അവര് മാത്രമാണ്. മാത്രമല്ല അവർ ഇതുവരെയായിട്ടും അഫാന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. തന്നെ ആക്രമിച്ചത് അഫാനാണെന്നുള്ള കാര്യം അവരെവിടെയും പറഞ്ഞിട്ടില്ല. ഭർത്താവിനോടാണെങ്കിലും മൊഴിയെടുക്കാൻ വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോടാണെങ്കിലും അവർ പറഞ്ഞിട്ടില്ല. ഏതായാലും നിലവിൽ അവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ബന്ധുവീടുകളിലേക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ മറ്റൊരു ഇടത്തേക്കാണ് അവരെ മാറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതെ, ഇപ്പോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇനി അതായത് എല്ലാ കേസിലും ആദ്യം ഒരു മോഡ് ഓഫ് ഓപ്പറേറ്റ് നോക്കും. അതിനുശേഷം ചെയ്ത രീതി, പിന്നീട് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നു, അന്ന് നടത്തിയ സംഭവങ്ങൾ, അതിലേക്ക് വന്ന വഴിത്തിരിവ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇനി അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്, എഫക്റ്റുകൾ വരികയാണ്. അതായത് ഇപ്പോൾ ഇവിടെ ആഫ്റ്റർ എഫക്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ അഫാന്റെ കുടുംബം തന്നെയാണ്. ഫർസാനയുടെ കുടുംബത്തെ കുറിച്ച് അധികം ആരും പറയുന്നില്ല. ശരിക്കും അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അവരൊന്നും ചെയ്യാതെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്ത് സംഭവ വികാസങ്ങൾക്ക് അവർ മറുപടി പറയേണ്ട കാര്യവുമില്ല. ഇവിടെ തീർച്ചയായിട്ടും ഈ സമയത്ത് അവരുടെ ഒരു സ്വകാര്യത മാനിക്കേണ്ടത് എല്ലാ മാധ്യമങ്ങളും അത് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. കൂടുതൽ അവരുടെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ആരും ഇവിടെ പോയിട്ടില്ല. പക്ഷെ പോകാൻ ശ്രമിച്ചിരുന്നു. അത് ആദ്യമേ തന്നെ ഇടങ്കോലിട്ടത് കൊണ്ട് അല്ലെങ്കിൽ തടയിട്ടത് കൊണ്ട് മാത്രമാണ് അതിൽ നിന്നും പോകാതെ തിരിച്ചു വന്നത്. അതായത് ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിയും റഹീമിന്റെ ഭാര്യ ഈ അഫ്വാന്റെ ഉമ്മയുമാണ് ഇപ്പോൾ സത്യത്തിൽ നെരിപിരി കൊള്ളുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവരാണെന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഈ ഷെമി എന്ന ഉമ്മയെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത സാഹചര്യം, അതായത് ബന്ധുക്കൾക്ക് ഇപ്പോൾ കയറ്റാൻ പറ്റാത്ത സാഹചര്യം. അതായത് നമുക്ക് ആദ്യം കേട്ടപ്പോഴൊക്കെ തന്നെ ഈ അമ്മയോട് സഹതാപമായിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ദേഷ്യമാണുള്ളത്. കാരണം അഫാൻ പറയുന്ന മൊഴി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അഫാനെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത് അഫാന്റെ ഉമ്മ മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ അതിനൊക്കെ കാരണം ഈ ഷെമിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് സാധാരണ നിലയിൽ ഒരു വീട്ടിൽ ഒരു കടം കയറുന്നത് ചിലപ്പോൾ ഭർത്താവിന്റെ ദൂർത്ത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മകന്റെ ദൂർത്ത് കൊണ്ടായിരിക്കാം, അല്ല ഒരു അമ്മയാണ് അതിനെല്ലാത്തിനും ഒരു പിടിമുറുക്കം ഇടുന്നത്, ഒരു വരുമാനത്തിന്റെ ഒരു പിടിമുറുക്കം ഇടുന്നത് അമ്മയാണല്ലോ. പക്ഷെ ഈ അമ്മയ്ക്ക് അതിന് കഴിയാതെ പോവുകയും മകന്റെ ഈ ചെയ്തുകളൊക്കെ തന്നെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കുന്നു. ശരി, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ മകനാണ് തന്നെ ഉപദ്രവിച്ചെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇളയ മകൻ സംഭവിച്ചതിന്റെ കാരണക്കാരൻ മകനാണെന്ന് ആരും പറയാതെ തന്നെ അമ്മയ്ക്കറിയാം. എന്നിട്ടും മകനെ സേവ് ചെയ്യാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുകയാണ് ആ അമ്മ ഈ ഒരു രോഗാവസ്ഥയിൽ പോലും. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് അമ്മയെ അകത്തേക്ക് ആ വീട്ടിലേക്ക് അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആരോഗ്യപരമായിട്ട് വളരെ വീക്കാണ് അമ്മ. അതിന് ചികിത്സാ ചെലവുകൾ വരും, കേസ് നടത്തുന്നുണ്ട്, അതിന്റെ ചെലവുകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ തന്നെ 65 ലക്ഷത്തോളം രൂപ കടം ഉണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ അനവധി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആരും എടുത്തു വെക്കാൻ ഈ ഷെമി എന്ന അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തെ എടുത്തു വെക്കാൻ മടിയാണ്. കാരണം ഒരു ഭാരമായി തന്നെയാണ് തോന്നുന്നത് ഇവർക്ക് എല്ലാവർക്കും. മറുവശത്ത് റഹീം എന്ന വ്യക്തി, അദ്ദേഹം ശരിയാണ് കടം കയറിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പല രീതിയിലുള്ള ബിസിനസ് പാളിയിട്ടുണ്ട്, അങ്ങനെ ഗൾഫിലും കടമാണ്, നാട്ടിലും വന്നപ്പോൾ ഇവിടെയും കടം. കഴിഞ്ഞ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം, ഒരു 3ാമത്തെ ആഴ്ചയാണ് ഈ ഒരു കേസ് നടന്നിട്ടുണ്ടാകുന്നത്. 2 ആഴ്ചയോളം കാലം ഈ വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിൽ, ഗോകുലം മെഡിക്കൽ കോളേജിലായിരുന്നു. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ICUലൊക്കെ തന്നെ എന്താണ് ഇപ്പോഴത്തെ ഒരു ബില്ല് എന്താവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച ആ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. ബില്ല് താങ്ങാതെ വന്നതോടുകൂടിയാണ് അതായത് ഇപ്പോൾ അവരുടെ സാഹചര്യം ഇല്ല, അത് വഹിക്കാനുള്ള സാഹചര്യം ആർക്കുമില്ല. ആ ഘട്ടത്തിലാണ് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റാനുള്ള വീട്. ഇപ്പൊ ആ വലിയ കൊട്ടാരം പോലത്തെ ഒരു വീട് ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് മാറാൻ കഴിയില്ല. ശരി, നമുക്കിപ്പോൾ ഒരു വീട് നമുക്കുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പോകാം. ആ വീട്ടിൽ പോകാൻ കഴിയണമെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്കായിരിക്കും. പക്ഷെ അവിടെയും ഇപ്പോൾ ഒരു കൊലപാതകം നടന്ന വീടാണ്, അവിടെയും പോകാൻ കഴിയാത്ത സാഹചര്യം. ശരി, ഒരു സഹോദരന്റെ വീട്ടിൽ പോകാന്ന് വെച്ചാൽ അവിടെയും കൊലപാതകം നടന്നിരിക്കുന്നു, അവിടെയും പോകാൻ പറ്റാത്ത സാഹചര്യം. മറ്റ് സഹോദരങ്ങളുടെ വീട്ടിലും പോകാൻ കഴിയില്ല. കാരണം തന്റെ കൂടപ്പിറപ്പിനെ കൊന്നത് തന്റെ കൂടപ്പിറപ്പിന് തന്നെ മകനാകുമ്പോൾ അതിന് കാരണക്കാരി
അവന്റെ ഉമ്മയാണെന്ന് വിശ്വസിക്കുന്ന പലരും ഇന്ന് ആ കൂട്ടത്തിലുണ്ട്. അവരൊന്നും തെറ്റ് പറയാൻ കഴിയില്ല, ആരെയും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഘട്ടത്തിലാണ് അഫ്വാന്റെ ഉമ്മ ഇപ്പോൾ അഗതി മന്ദിരത്തിലാണ് കഴിയുന്നത്. ചികിത്സാ ചെലവ് വേണം, ഏകദേശം 9 മാസം വേണ്ടി വരും പഴയ രീതിയിലേക്ക് റിക്കവറി ആവാനെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അബ്ദുറഹീമ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യം തീർത്ത ഒരു കടം എന്ന് പറയാൻ തട്ടത്തുമലയിലുള്ള വിവാഹം നടക്കുന്ന ഉമ്മയുടെ മകളുടെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ ഇവർ പലിശയ്ക്ക് വാങ്ങിയിരുന്നു. ഈ 5 ലക്ഷം രൂപയും അതിന്റെ പലിശയായി 50,000 രൂപയും കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനിയുള്ള തുടർ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണമെന്ന് അപേക്ഷിക്കുകയാണ് അബ്ദുറഹീം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ അബ്ദുറഹീമിന് ബൈറ്റ് എടുക്കാനായി പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം തന്റെ അവസ്ഥ ഇതാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്, അവിടെ കൂടെ ഉള്ളവർ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്, തന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതുമായി ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ സഹായിച്ചാലും അദ്ദേഹത്തിന് ജോലിയില്ല, തൽക്കാലം ഗൾഫിലും പോകുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹവും പറയുന്നത് അഫ്വാനിന്റെ മകൻ തന്നെയാണ്, പക്ഷെ അവൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ ഒരു കൂടെ റഹീം മൊഴി കൊടുത്തതല്ലേ, മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പോൾ ഒരു കഥാപാത്രം കൂടെ വരുന്നുണ്ട്, ഈ ഒരു ബാങ്ക് മാനേജർ. അതായത് ഈ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നും ഇവര് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 15 ലക്ഷത്തോളം രൂപ ഹൗസിംഗ് ലോണിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് അടച്ചു വരുമായിരുന്നു. പക്ഷെ അതിനിടയിൽ ഈ കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിത രീതിയാണെങ്കിൽ മൊത്തത്തിൽ താളം തെറ്റിയിട്ടുണ്ട്. പലർക്കും ബിസിനസ് ഒക്കെ അത് അപ്പാടെ അവരുടെ നശിച്ചു. അതുപോലെ തന്നെ ഈ കോവിഡ് വരുന്നത് വരെ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ നല്ല കുഴപ്പമില്ലാതെ മുൻപോട്ട് പോവുകയായിരുന്നു. പക്ഷെ കോവിഡിന് ശേഷമാണ് ഈ ഒരു ലോൺ അടക്കം മുടങ്ങിയത്. അപ്പോൾ അതൊരു 15 ലക്ഷം രൂപയായിരുന്നു. പക്ഷെ അത് മുടങ്ങിയപ്പോൾ അത് തുക കൂടി. അതുകൊണ്ട് തന്നെ ജപ്തി ചെയ്യാനുള്ള നടപടികൾ ഈ ബാങ്ക് അവര് നടത്തിയിട്ടുണ്ടായിരുന്നു. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ അവര് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു നോട്ടീസ് ഈ ഒരു ഷെമി വീട് കുഴപ്പമില്ല, അതായത് ജപ്തി ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു നോട്ടീസ് ബാങ്ക് കൊടുത്തത് ഷെമി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് റഹീമിനോട് പറഞ്ഞിട്ടുണ്ട് അത്ര. കൂടാതെ ഈ ഒരു ബാങ്ക് മാനേജർ നിരന്തരം ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വീട് ജപ്തി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ടും റഹീം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് പോലീസിനാണെങ്കിലും വിശദമായിട്ട് അന്വേഷിക്കേണ്ടി വരും. കൂടാതെ ഈ ഒരു സംഭവം നടന്ന ശേഷം റഹീം ഈ ബാങ്കിൽ പോയിരുന്നു, മാനേജറോടൊത്ത് സംസാരിച്ചപ്പോഴടക്കം അദ്ദേഹം വളരെ രൂക്ഷമായാണ് സംസാരിച്ചത്. എന്താണ് ഞാൻ പറഞ്ഞു അവനോട് പോയി എല്ലാവരെയും കൊല്ലാൻ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പ്രതികരിച്ചു എന്നുള്ള കാര്യം കൂടെ റഹീം ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പോലീസ് ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, കാരണം ഒരു കൊലപാതകം ചെയ്യുന്നില്ല, അതിലേക്ക് നയിക്കുന്ന ഒരു വഴിയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതും എന്തായാലും ഒരു പോലീസ് എന്തായാലും പറഞ്ഞ പോലെ അന്വേഷണത്തിന്റെ ഭാഗമാക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇതുവരെയായിട്ടും ഇനിയിപ്പോ ഈ ഷെമിക്ക് അവർക്ക് എത്ര പറഞ്ഞാലും ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഇനി പുതിയൊരു സ്ഥലത്ത് ഈ ഒരു കെയർ ഹോമില് നല്ല രീതിയിലുള്ള ചികിത്സ തന്നെ അവർക്ക് ലഭ്യമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഘട്ടത്തിൽ പോലും അവർ ഒരു പക്ഷെ മകനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതിന്റെ മുൻപും കേട്ടിട്ടുണ്ട് അമ്മമാർക്ക് ആ മക്കളോട് വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവും ഉണ്ടെന്ന് പറയുന്നത്. ആ വാത്സല്യവും സ്നേഹവും ഇളയ മകനോട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ മൂത്ത മകന്റെ ഈ ഒരു രീതിയിലേക്കുള്ള എന്നും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെക്കൻ, ഒരു പയ്യൻ, അവന്റെ സ്നേഹിച്ച പെങ്കൊച്ചിനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അഞ്ജനെ കൊല്ലുന്നു, എല്ലാരെയും കൊല്ലുന്നുണ്ട്. മദ്യലഹരിയിലല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുമില്ലാതെ സാധാരണ മനോനിലയിൽ വെട്ടി കൊല്ലുന്നു, അല്ലെങ്കിൽ തലക്കടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവനെ അവിടേക്ക് എത്തിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും കഴിഞ്ഞ ദിവസമൊക്കെ തെളിവെടുപ്പിന് വന്നപ്പോഴൊക്കെ തന്നെ ഒരു കൂസലുമില്ല, അല്ലെ? എന്തോ വലിയ വീരസാഹസികത ചെയ്തതിനു ശേഷം വരുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാത്രമല്ല റഹീം ഇപ്പൊ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള വൈറ്റ് അദ്ദേഹം പറയുന്നത്, ഞാൻ 60,000 രൂപ കഴിഞ്ഞ മാസം അയച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതിൽ ഫർസാനയുടെ മാല എടുക്കാൻ 40,000 രൂപ കൊടുത്തിരുന്നു എന്ന് പറയുന്നു. ബാക്കി 20,000 രൂപ വീട്ടു ചെലവിനാണ് എന്ന് പറയുന്നു. മാത്രമല്ല ഈ 8 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നല്ലോ, ആ 8 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ റഹീം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് 4 ലക്ഷം രൂപ റഹീം ഗൾഫിൽ നിന്ന് അയച്ചു എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ 2 ലക്ഷം, അതിന്റെ പകുതി, അതായത് 2 ലക്ഷം രൂപ മാത്രമാണ് ഷെമി ബാങ്കിൽ അടച്ചിട്ടുള്ളത്. ബാക്കി 2 ലക്ഷം രൂപ എവിടെ പോയി, എന്ത് ചെയ്തു എന്നറിയില്ല.
ഈ ഫർസാനയുടെ മാല എടുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ മാല എടുത്ത് തരണമെന്ന് ഫർസാന ചോദിച്ചതാണ് ഇയാളെ ചൊടിപ്പിച്ചത്, ഈ അഫാനെ ചൊടിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ 40,000 രൂപ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും വേറെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇവർക്ക് സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ചെറിയൊരു മൈക്രോ ഫിനാൻസിന് ലോൺ എടുത്താൽ പോലും എല്ലാ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയോ കൃത്യമായി അടച്ചിരിക്കണം. അടച്ചിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അപ്പോൾ ആള് വരും അല്ലെങ്കിൽ കോള് വരും. ബാക്കിയുള്ളവർ ഇത് ഇപ്പൊ ഒരു 7 മിനി ലോണൊക്കെ അങ്ങനെയാണല്ലോ, മൈക്രോ ലോൺസ് ഒക്കെ അങ്ങനെയാണല്ലോ. ഒരു 4-5 പേരെ ഒരു 5-6 പേരെ കൂട്ടിച്ചേർത്ത്, അതും സ്ത്രീകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഇവരുടെ പേര് ആധാറും നമ്പറും ഒക്കെ വെച്ചുകൊണ്ട് ഇവർ ലോൺ എടുക്കുന്നു. ലോൺ എടുത്തിട്ട് അപ്പോൾ തന്നെ ഇവർ ലഭിക്കുകയാണ്. പിന്നീട് എല്ലാ ആഴ്ചയിലും 750, 650, 850 അങ്ങനെ ഒരു തുക വെച്ച് എല്ലാ ആഴ്ചയിലും അടയ്ക്കേണ്ടതുണ്ട്. ഇത് കിട്ടാതെ വരുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുന്നത്. ഇതിപ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കാം, പക്ഷെ നമ്മൾ നേരത്തെ അഫാൻ പറഞ്ഞതനുസരിച്ച് ദിവസേന വേണ്ടത് 10,000 രൂപയാണ്. വരവില്ല, ചെലവാണ് 10,000 രൂപ, കയ്യിൽ നിന്ന് പോകുന്നതാണ്. അങ്ങനെയുള്ള സമ്മർദ്ദത്തിൽ വന്നു നിൽക്കുന്ന സാഹചര്യം. എന്തായാലും 3ാം ഘട്ട തെളിവെടുപ്പ് ആരംഭിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വെഞ്ഞാറമൂട് പോലീസാണ് ഇത് കേസ് എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഉമ്മുമ്മയെ കൊന്നതിന്റെ പേരിലുള്ള കേസ് എടുത്തിരുന്നു. അതിന്റെ തെളിവെടുപ്പിന്റെ ബാക്കിയായിട്ടാണ് വീട്ടിൽ, അതായത് അഫാന്റെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ എത്തി ബാക്കി കാര്യങ്ങൾ, അതായത് ഈ ഉമ്മുമ്മയെ കൊന്നതിന് ശേഷം നേരെ അഫാൻ പോയത് വീട്ടിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തിയത്. അതിനുശേഷം എടുത്ത കേസായിരുന്നു ഈ ലത്തീഫിന്റെ ഭാര്യയുടെയും ആ ഒരു കേസ്. അതിനുശേഷമാണ് ഇനിയാണ് വെഞ്ഞാറമൂട് പോലീസ് ഈ ഫർസാനയെയും അതുപോലെ തന്നെ ഈ അനുജനെയും കൊന്നതിന്റെയും ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെയും കേസ് എടുക്കുന്നതും. അതിനു വേണ്ടി ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങും. ശേഷമായിരിക്കും ഇവിടെ എത്തിയിട്ടുള്ള വിശദമായ തെളിവെടുപ്പ് നടത്തുന്നത്. ഇതിനിടയിൽ റഹീം ഫർസാനയുടെ വീട്ടുകാരെ കാണണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു സംഭവം അദ്ദേഹത്തിന് അറിയാം, ഫർസാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അഫാനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ അറിയാം. പക്ഷെ കൂടുതൽ വിശദാംശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനും പഠിച്ചതിന് ശേഷം വിവാഹം നടത്താം, അതായത് ഒരു ജോലിയൊക്കെ ആവട്ടെ എന്ന് അദ്ദേഹം പക്ഷെ അദ്ദേഹം ആദ്യം പറഞ്ഞത് തനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവര് സമ്മതിക്കുമോ എന്നുള്ള കാര്യം പറയുന്നത്, അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ പോലും ഞാൻ കേൾക്കില്ല, ഞാൻ പോകുന്നു. പക്ഷെ അങ്ങനെ അവർ ചെയ്താലും ആ വീട്ടുകാരെ കുറ്റം പറയാൻ കഴിയില്ല അല്ലെ. ഇപ്പോൾ തന്റെ മകള് മരിച്ചു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ കാരണമാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒന്നും, ഇത് റഹീം എന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം നിസ്സഹായനായി നിൽക്കുകയാണ്, ഗൾഫിലാണ്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അതൊന്നും തന്നെ ആ വീട്ടുകാർക്ക് ഒരു ന്യായീകരണമല്ല. അവരും എന്തായാലും അതിവൈകാരികമായിട്ട് തന്നെ ആയിരിക്കും അവരും ഈ വിഷയത്തിനെ അവരും കണ്ടിട്ടുണ്ടാവുക. ഒരുപക്ഷെ അവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടോ എന്നുള്ള കാര്യം പോലും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ഒരുപക്ഷെ സംസാരിക്കാമായിരിക്കും. കാരണം അവിടെയും വന്ന ഈ വാർത്തയൊക്കെ പുറത്തു വന്നപ്പോ അവരുടെ അച്ഛൻ തന്റെ മകൾ ആകല്ലേ എന്നിങ്ങനെ പറഞ്ഞ് കരയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കും വളരെ ഒരു ഷോക്കാണ്. കാരണം ഉമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഫർസാന ആ വീട്ടിലോട്ട് പോയത്. എനിക്ക് തോന്നുന്നു മറ്റുള്ള നിസ്സാര കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ ആ വീട്ടിലോട്ട് പോകില്ലായിരുന്നു. കാരണം ആ കുഞ്ഞ്, അതായത് പെൺകുട്ടി നോക്കുമ്പോൾ ആ വീട്ടിൽ മറ്റാരുമില്ല, അനിയനാണുള്ളത്, കൂടെ അമ്മൂമ്മയോ മറ്റാരുമില്ല, അമ്മ മാത്രമാണുള്ളത്. അപ്പൊ നോക്കുമ്പോൾ അയ്യോ എന്ത് പറ്റിയെന്നൊരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. അല്ലാതെ തന്നെ ഈ അഫാന്റെ ഉമ്മ ക്യാൻസർ ചികിത്സ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ കൂടിയായിരിക്കും ഒരു പക്ഷെ പോയിട്ടുണ്ടാകും. പക്ഷെ ഈ ഫർസാനെ നോക്കിക്കഴിഞ്ഞാൽ ഫർസാന സ്നേഹിച്ച പുരുഷനെങ്കിൽ അല്ലെങ്കിൽ കൂടെയുള്ള സ്നേഹിച്ചത് പോട്ടെ, ഒരു പ്രണയിനിയോ പ്രണയിതാവോ ഒക്കെ അല്ലാതെ മാറി നിൽക്കട്ടെ, ഒരു നല്ലൊരു സുഹൃത്തായി നമുക്ക് കണക്കാക്കിയെങ്കിൽ പോലും സഹായമേ ചെയ്തിട്ടുള്ളൂ അല്ലെ. ചോദിച്ച സമയത്ത് മാല എടുത്തു കൊടുക്കുന്നു. അച്ഛൻ വീട്ടിൽ വഴക്ക് പറയും, ഇപ്പൊ വീട്ടിൽ വഴക്ക് പറയും, പക്ഷെ എന്നിരുന്നാലും ചോദിച്ച സമയത്ത് മാല എടുത്ത് കൊടുക്കുന്നു. ഒരുപക്ഷെ എത്രയോ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം പൈസയ്ക്ക് 100, 200, 500 എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരിക്കാം. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ കഴിക്കാൻ വീട്ടിൽ സംസാരിച്ചിരുന്നു, വളരെ സ്ട്രോങ് ആയി സംസാരിച്ചിരുന്നു. പക്ഷെ അവസാനം ഇങ്ങനെ ആയി പോയി. കഴിഞ്ഞ ദിവസം റഹീം അദ്ദേഹത്തിന്റെ ഒരു വാക്കിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ആരും എന്റെ മകനെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞപ്പോൾ പിന്നെ കുറ്റം മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോ ഒരു ഇതിൽ നല്ലൊരു വാർത്ത എന്ന് പറയുന്നത് ഷെമി ആശുപത്രി വിട്ടിട്ടുണ്ട്. അപ്പൊ അവര് കെയർ ഹോമിലാണ്. അവിടെ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള എല്ലാ പിന്തുണ നൽകാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നാലെ തന്നെ അവര് ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും പുറത്ത് പറയുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. അത് എന്തായാലും ഈ ഒരു കേസിൽ നിർണായകമാകും. ഇപ്പുറത്ത് അഫാനുമായുള്ള അടുത്ത ഘട്ട തെളിവെടുപ്പിനായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘങ്ങളും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അടുത്ത മണിക്കൂറിൽ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും എന്തായിരിക്കും എന്നുള്ളത് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം.